ഹലോ, HUView മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ് refers to the system of cooperation, coordination and mutual support among different cooperative societies. അതായത് വ്യത്യസ്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ സപ്പോർട്ടും കോർഡിനേഷനും കോപ്പറേഷനുമുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ മെയിൻ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് ഫോളോ ചെയ്യുന്നത്, വിച്ച് ഹെൽപ്പ് സ്ട്രെങ്തൻ ഇൻ ദ ഇന്റർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇത് നമ്മുടെ മൊത്തം ഒരു ഇന്ത്യ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ strengthen ചെയ്യും. Then it means that cooperative societies do not work in isolation but collaborate with other cooperative at local, national and international levels to achieve common. അതായത് ഒരു ഒറ്റക്കായിട്ട് വർക്ക് ചെയ്യാതെ നമ്മൾ മൊത്തം ഒരു ലോക്കലും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലും കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് കോമൺ ആയിട്ട് അച്ചീവ് ചെയ്യുന്നതിനാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു വരുന്നത് കോപ്പറേറ്റീവ് ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ്. ഇനി എന്തൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ് ഓഫ് ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ്: ടു സ്ട്രെങ്തൻ ദ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ടു പ്രൊമോട്ട് യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി എമംഗ് കോപ്പറേറ്റീവ്സ് തമ്മിൽ ഒരു സോളിഡാരിറ്റി ആൻഡ് യൂണിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഷെയർ റിസോഴ്സസ്, നോളജ് ആൻഡ് സർവീസസ്. അവർ പരസ്പരം അങ്ങോട്ട് അവരുടെ റിസോഴ്സുകളും നോളജും സർവീസുകളും ഒക്കെ ഷെയർ ചെയ്യും. To improve efficiency and effectiveness, then to better service to members, അവരുടെ മെമ്പേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള സർവീസ് കിട്ടാനും ഉറപ്പാക്കുന്നു. ദെൻ ഫോംസ് ഓഫ് ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ്: വെർട്ടിക്കൽ റിലേഷൻസിന്റെ, അതായത് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ് തമ്മിലുള്ള ഒരു റിലേഷനെയാണ് വെർട്ടിക്കൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഹോറിസോണ്ടൽ റിലേഷൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ സിമിലർ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ്, അതേ സിമിലാരിറ്റിയുള്ള കുറച്ച് കോപ്പറേറ്റീവ്സ് ഉണ്ടാവും, അവർ തമ്മിലുള്ള റിലേഷൻസിനെയാണ് ഹോറിസോണ്ടൽ റിലേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ റിലേഷൻസ്: ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് തമ്മിലുള്ള കോർഡിനേഷനെയാണ് ഫിനാൻഷ്യൽ റിലേഷൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് റിലേഷൻസ്: ജോയിന്റ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് തമ്മിലുള്ളതാണ് മാർക്കറ്റിംഗ് റിലേഷൻസ്. ടെക്നിക്കൽ റിലേഷൻസ്: ഷെയറിംഗ് ഓഫ് ടെക്നോളജി, ട്രെയിനിങ് ആൻഡ് എക്സ്പെർട്ടൈസ്. അതായത് ടെക്നോളജി ഷെയർ ചെയ്യാനും ട്രെയിൻ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനീസ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ്: ഇക്കണോമിക് എഫിഷ്യൻസി ഉണ്ട്. ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് ത്രൂ ഷെയർഡ് സർവീസസ്. നമ്മൾ എല്ലാ സർവീസും ഷെയർ ചെയ്തുകൊണ്ടുകൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്കണോമി എഫിഷ്യന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കും. സ്ട്രോങ്ങർ മാർക്കറ്റ് പൊസിഷൻ, ബെറ്റർ ബാർഗെയിനിങ് പവർ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നല്ല രീതിയിൽ നമ്മൾ റിസോഴ്സസിനെ ഓപ്റ്റിമൽ ലെവലിൽ യൂസ് ചെയ്യും. റിസ്ക് പരസ്പരം ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഇൻഡിവിജ്വൽ റിസ്ക് കുറവായിരിക്കും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്: കോപ്പറേറ്റീവ്സിന്റെ എക്സ്പാൻഷനെ പ്രൊമോട്ട് ചെയ്യും. ദെൻ പ്രോബ്ലംസ് ആൻഡ് ലിമിറ്റേഷൻസ്: എന്തൊക്കെയാണ് ഇത് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസുകളും എന്ന് നോക്കാം. ലാക്ക് ഓഫ് കോർഡിനേഷൻ എമംഗ് സൊസൈറ്റീസ്: ചില നേരത്ത് എല്ലാ സൊസൈറ്റീസും ഒരേപോലെ കോപ്പറേറ്റ് ചെയ്ത് പോകണമെന്നില്ല, അവർ തമ്മിലുള്ളൊരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ടാവായിരിക്കും. ഡിഫറൻസസ് ഇൻ പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്: അവരെ ഫോളോ ചെയ്യുന്ന പോളിസീസും ഒബ്ജക്റ്റീവ്സും ഡിഫറൻസ് ആയിരിക്കും. വീക്ക് മാനേജ്മെന്റ് സം കോപ്പറേറ്റീവ്സ്: എല്ലാ കോപ്പറേറ്റീവ്സിലും ഒരേപോലത്തെ മാനേജ്മെന്റ് ആയിരിക്കില്ല, ചില മാനേജ്മെന്റ് ഒക്കെ വീക്ക് ആയിരിക്കും. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ലിമിറ്റഡ് അവയർനെസ് അബൌട്ട് കോപ്പറേഷനെ കുറിച്ചിട്ട് അവയർനെസ് ഇല്ലാതിരിക്കാം. Since intercooperative relations are essential for the success and sustainability of the cooperative movement. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ സക്സസ് ആയ മൂവ്മെന്റിന് ഇന്റർ കോപ്പറേറ്റീവ് റിലേഷൻസ് ഒക്കെ ആവശ്യമാണ്. Then by working together, cooperatives can achieve greater efficiency, provide better services and contribute to economic and social development. എല്ലാ കോപ്പറേറ്റീവ്സും ഒരേപോലെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് അച്ചീവ് ചെയ്യാനും അവരുടെ കോമൺ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനും സോഷ്യലി ഡെവലപ്മെന്റ് ആവാനൊക്കെ സാധിക്കും. ഓക്കെ, ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.